പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, യേശുനാമത്തിൽ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: കാത്തിരിപ്പിന്റെ സമയത്തെ അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റുക. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലാണ് ഇന്ന് നിങ്ങളെങ്കിൽ, ഒരു കുടുംബമാണ് നിങ്ങളുടേതെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി നമ്മൾ മാറ്റണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അനേക വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു നിയോഗമായിരിക്കാം. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു കുടുംബമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് നിന്റേത്. അതല്ലെങ്കിൽ പഠനത്തിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം. അതല്ലെങ്കിൽ പഠിച്ചെല്ലാം കഴിഞ്ഞ് ഒരു വിദേശ രാജ്യത്തേക്ക് പോകുവാനായിട്ട് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. വിശുദ്ധിയിൽ ജീവിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവഹിതം അനുസരിച്ച് ജീവിതത്തെ മുമ്പോട്ട് നടത്തുവാനൊക്കെ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഞാനും നിങ്ങളും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്. സ്വർഗത്തിന്റെ വലിയ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്ന സമയമാണ് ഈ വചന ശുശ്രൂഷയുടെ സമയം. കാരണം വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുക. ഹല്ലേലൂയ. കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അനേകം പേർ കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിച്ച അനേകം പേരെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരു കപ്പിളിന്റെ കാര്യം മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തില് ഒരു കുടുംബത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, സക്കറിയായുടെയും എലിസബത്തിന്റെയും കുടുംബം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. സക്കറിയായും എലിസബത്തിനെയും കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ബൈബിള് വചനം അവരെ പരിചയപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: സക്കറിയായും എലിസബത്തും അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളുമെല്ലാം കുറ്റമറ്റ വിധം പാലിച്ച് ജീവിക്കുന്നവരായിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷത്തില് സക്കറിയായെയും എലിസബത്തിനെയും കുറിച്ച് എഴുതി വെച്ചിരിക്കുക. വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എന്നെല്ലാം ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു. എന്നാൽ തൊട്ട് താഴെ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: എന്നാൽ അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അവർ ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു. എലിസബത്ത് വന്ധ്യയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം, പ്രമാണങ്ങളെല്ലാം കുറ്റമറ്റ വിധം പാലിക്കുന്ന കുടുംബം. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ, എത്ര വലിയൊരു കഷ്ടതയിലൂടെയാണ്, എത്ര വലിയൊരു ഞെരുക്കത്തിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് അവരെ വഴി നടത്തിയത്. അനേക വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയിലൂടെ ആ കുടുംബം കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ വചനം 3 കാര്യമാണ് പറയുന്നത്. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു. പ്രിയപ്പെട്ടവർ, എന്നാൽ തൊട്ട് താഴത്തെ വചനത്തില് ഒരു വലിയ കാര്യം പരിശുദ്ധാത്മാവ് ആ ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: എന്നാൽ അവർ ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ആ കാത്തിരിപ്പിന്റെ സമയത്ത് മുറുമുറുപ്പോടെ, പരാതിയോടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഒരു ജീവിതമായിരുന്നില്ല അവരുടെ ജീവിതം. അവർ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് അത്രയും വർഷങ്ങൾ കടന്നുപോയത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, അങ്ങനെ ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പുരോഹിതനായിരുന്ന സഖറിയായിക്ക് ദേവാലയത്തിൽ പ്രവേശിച്ച് ധൂപാർപ്പണം ചെയ്യുവാനായിട്ട് കുറി വീണു. അങ്ങനെ ദേവാലയത്തിൽ പ്രവേശിച്ച് ധൂപാർപ്പണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ധൂപപീഠത്തിന്റെ വലതുവശത്ത് കർത്താവിന്റെ ദൂതൻ നിൽക്കുന്നതായിട്ട് സഖറിയ കണ്ടു. കർത്താവിന്റെ ദൂതൻ സഖറിയയോട് പറഞ്ഞു: സഖറിയ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന
ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യയായ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേക വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി. അനേക വർഷങ്ങൾ ഈ ദമ്പതികൾ പ്രാർത്ഥനയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറായപ്പോൾ, ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത് കാത്തിരിക്കാൻ ഇവർ തയ്യാറായപ്പോൾ ഇവരുടെ കുടുംബത്തെ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തില് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുക, കാത്തിരിപ്പിന്റെ സമയത്തെ അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റുക. ഇത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ ഈ കുടുംബത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നു. നമുക്കെല്ലാം അറിയാവുന്ന തിരുവചന ഭാഗമാണ്. പരിശുദ്ധ അമ്മ ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്നു. എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ, ആനന്ദത്താൽ, പരിശുദ്ധാത്മാവിനാൽ കുതിച്ചു ചാടി. എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. എലിസബത്തും പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, പരിശുദ്ധ അമ്മയിൽ നിന്നും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ കുടുംബമായിട്ട് സക്കറിയയുടെയും എലിസബത്തിന്റെയും കുടുംബത്തെ ദൈവം കരം പിടിച്ച് ഉയർത്തി. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കാത്തിരിപ്പിന്റെ സമയത്തെ അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റുവാൻ ഈ കുടുംബത്തിന് സാധിച്ചു. പ്രിയപ്പെട്ടവർ, തങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വലിയ ഞെരുക്കങ്ങളിലൂടെ, വലിയ സഹനങ്ങളിലൂടെ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലൂടെ ഈ കുടുംബം കടന്നുപോയപ്പോഴും അതെല്ലാം പരാതി കൂടാതെ, മുറുമുറുപ്പ് കൂടാതെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ച് പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ സക്കറിയായും എലിസബത്തും തയ്യാറായപ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞിനെ കൊടുത്ത്, സ്നാപയോഹന്നാനെ കൊടുത്ത്, ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപയോഹന്നാന്റെ അപ്പനും അമ്മയുമായിട്ട് മാറാനുള്ള വലിയൊരു ഭാഗ്യം ആ കുടുംബത്തിന് ലഭിച്ചത് അവർ കാത്തിരിക്കാൻ തയ്യാറായപ്പോഴാണ്. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിൽ നിന്നും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആദ്യത്തെ കുടുംബമായിട്ട് അവരുടെ കുടുംബത്തെ ദൈവമായ കർത്താവ് മാറ്റി. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പിന്റെ സമയത്തെ നമ്മളും അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റണം. അനേകം ഉദാഹരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന അപ്പസ്തോലന്മാരെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനം, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥിച്ച് കാത്തിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കാത്തിരുന്നപ്പോഴാണ് പന്തക്കുസ്താ ദിനത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം പറന്നിറങ്ങിയതെന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ, ആ കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റിയപ്പോൾ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഇന്ന് നീ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു വിദേശ രാജ്യത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, വിവാഹം കഴിഞ്ഞ് അനേക വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, ഒരുപക്ഷെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 26-ാമത്തെ തിരുവചനം, കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് ഉത്തമം. വിലാപങ്ങൾ 3:26, കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് ഉത്തമം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തു തന്നെയായാലും ആ അവസ്ഥകളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താൽ അവർ നിറഞ്ഞതുപോലെ സക്കറിയായും എലിസബത്തും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കാത്തിരുന്നപ്പോൾ സ്നാപയോഹന്നാനെ കൊടുത്ത് ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിച്ചതുപോലെ, എന്ന് മാത്രമല്ല പരിശുദ്ധ അമ്മയിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം ആ കുടുംബത്തെ സ്വർഗം തെരഞ്ഞെടുത്തതുപോലെ ഇന്ന് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മടുപ്പ് കൂടാതെ മുറുമുറുപ്പ് കൂടാതെ പരാതി കൂടാതെ കാത്തിരിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഈ കാത്തിരിപ്പിന്റെ സമയത്തെ ദൈവം വലിയ അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റും. അതിനുള്ള വലിയ കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെയായാലും പ്രിയപ്പെട്ടവരെ, മടുപ്പ് കൂടാതെ മുറുമുറുപ്പ് കൂടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുക. നിങ്ങളെ പരിശുദ്ധാത്മാവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ജീവിത മേഖലകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ യാചനകൾ, പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന സമയമാണിത്. ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന സമയം, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന സമയം. ഈശോയെ, ഈ
പ്രാർത്ഥനാ ശുശ്രൂഷയിൽ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങളായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് ചില രോഗാവസ്ഥകളിലൂടെ എല്ലാം കടന്നു പോകുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾ, അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നു. നിന്റെ ആണിപ്പഴുതുള്ള വലതുകരം ഇപ്പോൾ അവരുടെ മേൽ നീട്ടി എല്ലാ ദൈവമക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ എല്ലാ മക്കൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ.